ഹായ് ഓൾ. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് വ്യായാമം ചെയ്യണം എന്നാണ് അല്ലേ? വ്യായാമം ചെയ്യണമെന്നാണ്. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഒ പിയിൽ ചില കേസസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ വ്യായാമം എല്ലാ അവസ്ഥയിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആദ്യം ശരീരപ്രകൃതിയെ മൂന്നായിട്ട് തിരിക്കാം: വാതപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി. അപ്പോൾ ഈ വാതപ്രകൃതിക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് മെലിഞ്ഞ ആളുകളാണ്, നന്നായി തന്നെ മെലിഞ്ഞ ആളുകളാണ്. പിത്തപ്രകൃതി എന്ന് പറഞ്ഞാൽ ചിലരുണ്ടാവില്ലേ, പെട്ടെന്ന് വെയിറ്റ് കുറയാനും പറ്റും, പെട്ടെന്ന് വെയിറ്റ് കൂട്ടാനും പറ്റും എന്ന് പറയുന്നവരാണ് പിത്തപ്രകൃതിക്കാർ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് കഫപ്രകൃതിക്കാർ. എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, കുട്ടിക്കാലം തൊട്ടേ നല്ല വണ്ണമുള്ളവർ അല്ലേ, ഭക്ഷണം കണ്ടാൽ വണ്ണം വയ്ക്കും, വെള്ളം കുടിച്ചാൽ വണ്ണം വയ്ക്കും എന്ന കാറ്റഗറിയിലുള്ളവർ. അപ്പോൾ ഇതിൽ ഈ വാതപ്രകൃതി, അതായത് മെലിഞ്ഞിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് അധികം എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, അധികം എക്സസൈസ് അവർ ചെയ്യാനും പാടില്ല. പിത്തപ്രകൃതിക്കാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് വേർക്കും, അവർക്ക് നന്നായിട്ട് വിശക്കും. അപ്പോൾ ഇവരെ കൊണ്ടും നമുക്ക് ഒരുപാട് കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരുടെ BP ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ വെറൈറ്റിയാണ് കഫപ്രകൃതിക്കാർ. അപ്പോൾ ഇവർക്ക് വണ്ണം ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഹെൽത്തി വെയിറ്റ് ആയിരിക്കും പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ പതുക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല എക്സസൈസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് 3 ശരീരപ്രകൃതികൾ. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടിക്കാലം തൊട്ട് നമ്മൾ വലിയ ഒരാളാകുന്ന വരെ നമുക്ക് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളൊക്കെ പലരും എക്സസൈസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാം? ഏറ്റവും എക്സസൈസ് ചെയ്യാൻ പറ്റിയ സമയം രാവിലത്തെ സമയമാണ്. ഒരു കാരണവശാലും നട്ടുച്ചയ്ക്കും വൈകുന്നേരവും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകരുത്. ഒരുപാട് സ്ഥലത്ത് കണ്ടു, ജിം പാർലറിലൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്, ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റാണ്, ഞങ്ങൾക്ക് ഈ സമയം കിട്ടാറുള്ളൂ എന്നൊക്കെ. പക്ഷേ ഈ നട്ടുച്ച നേരത്തും വൈകിട്ടും ഒക്കെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് BP ഉണ്ടാവാനും കൊളസ്ട്രോളൊക്കെ കൂടാനും ഒക്കെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഏതെല്ലാം കാലങ്ങളിലും നമ്മൾ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പറയാം. തണുപ്പ് കാലത്ത് നമ്മുടെ പാതി ബലം കൊണ്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിൽ കാലത്തിൽ നമ്മൾ അധികം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി ഞാനൊരു 14 അവസ്ഥകളെ പറ്റി പറയാം. ഈ ഒരു ശരീരാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ അധികം വ്യായാമം ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് നമ്മൾ ജനറലായിട്ടൊരു വ്യായാമം നിർത്തേണ്ടത്, നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം സംഭവിക്കും എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു അവസ്ഥ എടുത്താലോ? അതെ, ആദ്യമായിട്ട് നമുക്ക് പനി വന്ന സമയത്ത് എക്സസൈസ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? പനിയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിലോ അവിടെയും നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. ഇനി അത് മാത്രമല്ല, അതിഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു, പെട്ടെന്നൊന്നും നമുക്ക് ആ പനി വിട്ട് മാറുന്നില്ല, ജോയിൻറ്റ് പെയിൻ നമുക്ക് ഭയങ്കരമായിട്ട് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പനി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാരണവശാലും വ്യായാമം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് ദഹനക്കുറവ്. ഈ ദഹനക്കുറവ് എന്ന് പറയുമ്പോൾ പൊതുവേ ദഹനക്കുറവുള്ളവർ വ്യായാമം ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫുഡ് പോയ്സൺ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഫുഡ് പോയ്സൺ വന്ന് നിങ്ങൾക്ക് വയറിളക്കമുണ്ട്, ക്ഷീണമുണ്ട്. ആ സമയത്ത് നിങ്ങൾ പോയി എക്സസൈസ് ചെയ്ത് എന്താ സംഭവിക്കുക? വായു വിലങ്ങിയിട്ട് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് മുഴുവനായിട്ട് വലിച്ചെടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് 2 അവസ്ഥകളിലും ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനകത്ത് എന്തിനാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്? എനർജി ആയിട്ടിരിക്കാൻ. പക്ഷേ ഇത് 2 അവസ്ഥകളും നമ്മൾ ചെയ്യണം, നമ്മുടെ ശരീരം തളർന്നു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു 2 അവസ്ഥകളിലും നിങ്ങൾ വ്യായാമം ചെയ്യരുത്. ഇനി മൂന്നാമത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരുപാട് പേരുണ്ടല്ലേ ഇപ്പോൾ സന്ധിവേദന, ആമവാദം ഒക്കെ ഉള്ളവർ. അപ്പോൾ ഈ ഒരു അവസ്ഥയുള്ളവരെ നമ്മൾ ഓടി വന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് നമുക്ക് വ്യായാമം തുടങ്ങാം എന്ന് പറയരുത്. കാര്യം ഇവരായാലും ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? വാമപ്പ് എക്സസൈസസ് കൊണ്ട് തുടങ്ങുക. അപ്പം വാമപ്പ് എക്സസൈസസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിനോട് നമ്മൾ പറയുകയാണ്, ഇതാ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ആദ്യം നമ്മൾ കുട്ടി വാമപ്പ് എക്സസൈസസ് കൊടുത്തതിന് ശേഷം അവർക്ക് അധികം വേദന ഉണ്ടാവാത്ത രീതിയിലുള്ള എക്സസൈസസ് മാത്രമേ ചെയ്യിക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ട് വേദന കൂടുന്നു, ലക്ഷണങ്ങൾ കുറയുന്നില്ല.
അതുമാത്രമല്ല പിന്നെ അവർക്ക് അതുകൊണ്ടുള്ള പിന്നെയും അവർക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് ജോയിൻറ്റ് പെയിൻ ഉള്ളവരും അധികം ഭയങ്കരമായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി 4ാമത്തെ കാറ്റഗറിയാണ് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് തന്നെ ദുർബലരായ ആളുകൾ. അപ്പോൾ ഇവരും ഏകദേശം വാദപ്രതികാരൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ ഒന്ന് ആക്റ്റീവ് ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്റ്റേണസ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ പാടില്ല. ഇത് പറയുമ്പം ഞാൻ എനിക്കൊരു വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ പട്ടാളക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടാണ് അവർ ആ ഒരു രീതിയിലുള്ളൊരു ഫിസിക്കൽ ബിൽഡപ്പിലേക്ക് അവർ വരുന്നത്. അതുകൊണ്ട് അവർക്ക് അധികം ഡോക്ടർമാരെ കാണേണ്ടി വരത്തില്ല. അതേസമയം നമുക്കറിയാം ഫിലിം സ്റ്റാർസ് എന്ന് പറയുമ്പം അവരൊരു കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടി കുറച്ച് മാസങ്ങളാണ് അവർ പെർട്ടിക്കുലർ ഡയറ്റിലേക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് അവർ വണ്ണമൊക്കെ വെക്കും. പക്ഷേ വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ പലർക്കും ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അവർ ഡോക്ടർമാരെ വന്ന് കാണാറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവേണ്ടത്? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളൊരു വീക്കായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഒരുപാട് കഠിനമായിട്ടുള്ള വ്യായാമ മുറകൾ അവർ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് അവരുടെ ശരീരത്തെ ഹാനികരമായിട്ട് തന്നെയാണ് ബാധിക്കുക. ഇനി 5ാമത് നമുക്ക് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് ആസ്മ ഉണ്ടാവുന്നതിന് ഒരു കാരണമുണ്ട്, ബ്രോൺകൈറ്റിസ് ഉണ്ടാവുന്നതിന് ഒരു കാരണമുണ്ട്, ന്യൂമോണിയ ഉണ്ടാവുന്നതിന് ഒരു കാരണമുണ്ട്. ഇത് 3ൻ്റെയും കാരണങ്ങൾ വിഭിന്നമാണ്. ഈ കാരണം എന്തെന്ന് മനസ്സിലാവാതെ എല്ലാവരും ഒന്നിച്ച് ഈ ബ്രീതിങ് എക്സസൈസസ് ചെയ്യൂ അല്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യൂ എന്ന് പറയുന്നത് വളരെയധികം മണ്ടത്തരമാണ്. കാര്യം ചിലവർക്കത് ചെയ്യുമ്പോഴത്തേക്കും അവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ആ ബ്രീതിങ് എക്സസൈസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ബുദ്ധിമുട്ട് കൂടി. എന്തുകൊണ്ടാണ്? അത് കറക്റ്റായിട്ടൊരു ഡോക്ടറെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അതായത് ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ചികിത്സ തേടുക. ആ ചികിത്സ തേടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വക എക്സസൈസിന് പിന്നാലെ പോകേണ്ടത്. അതുകൊണ്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവരും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അധികമായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി അടുത്തത് BP. അപ്പോൾ BP കൂടുതലുള്ളവരുടെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലേ. BP കൂടുതലുള്ളവർ എന്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അവർ വേർക്കാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് വേർക്കരുത് എക്സസൈസ് ചെയ്യുമ്പം. നമ്മുടെ നെറ്റിയിൽ വേർപ്പ് പൊടിയുമ്പോൾ തന്നെ നമ്മൾ നിർത്തുക എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൊണ്ട് നമ്മൾ അധികമായിട്ട് അധികം ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂട്ടാൻ പാടില്ല. അത് ഹാർട്ട് റേറ്റ് അധികമായിട്ട് കൂട്ടിയിട്ട് അത് ഹൃദ്രോഗം വരെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് BP അധികമായിട്ടുള്ളവരെ കൊണ്ടും നമ്മൾ അതിഭീകരമായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ പാടില്ല. ഹൃദ്രോഗമുള്ളവരെന്ന് പറഞ്ഞാൽ അവരും സൂക്ഷിക്കണം. കാര്യം കൊളസ്ട്രോള്, അതുപോലെ തന്നെ അവർക്ക് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ അവർക്ക് ഉണ്ട് ശരീരത്തിനകത്ത്. അപ്പോൾ ഇവരും ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം അല്ലാതെ ഒരു കാരണവശാലും അധികം എക്സസൈസിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും മരണം വരെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദ്രോഗമുള്ളവരും എക്സസൈസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അനീമിയ. അപ്പം നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾക്ക് അനീമിയുണ്ട്. അപ്പോൾ അനീമിയുണ്ട്, എക്സസൈസ് ചെയ്താൽ മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദയവേത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ അനീമിയ എന്ന് പറയുമ്പം ഹീമോഗ്ലോബിൻ്റെ ലെവൽ 6, 7, 8 ഈ ഒരു ലെവലിലായിരിക്കും വന്നിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ തലകറക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ 2ാമത്തെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിഭയങ്കരമായ ക്ഷീണമായിരിക്കും അനുഭവപ്പെടുക. പിന്നെ അവർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അനീമിയ? ആ അനീമിയ നമ്മൾ ആഹാരം കൊണ്ടോ ആ കാരണം മനസ്സിലാക്കിയോ നമ്മൾ ചികിത്സിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതും പതുക്കെ HB ലെവലെല്ലാം കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വ്യായാമത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ കൊണ്ട് ഒരു കാരണവശാലും അതിഭീകരമായിട്ടുള്ള എക്സസൈസസ് ചെയ്യിക്കാൻ പാടില്ല. ഇനി അടുത്തത് അമിതവണ്ണം ഉള്ളവർ. എനിക്ക് 20 കിലോ ഒരു ദിവസം കൊണ്ട് കുറയ്ക്കണം. നടക്കുന്ന കാര്യമാണോ? അല്ല. ഒരു മാസം കൊണ്ട് കുറയ്ക്കണം. നടക്കുന്ന കാര്യമാണോ? ഇനിയും അല്ല. 2 മാസം കൊണ്ട് കുറയ്ക്കണം. അപ്പം നമുക്കറിയാലേ ചുറ്റും ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. ഞങ്ങളുടെ ഈ പൊടി കഴിച്ചാൽ മതി മാഡം, നിങ്ങളുടെ വണ്ണം കുറയും. നിങ്ങൾ എത്ര പേര് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും? ചിലർക്ക് ഉപയോഗിക്കുമ്പോൾ കുറയും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് മാത്രമല്ല കുറയുന്നത്, നിങ്ങളുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യം കൂടിയാണ് ഇതിൻ്റെ കൂടെ അങ്ങ് പോകുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ വയ്യ എന്ന് പറയുന്നതോട് ഒരു കാര്യം, നിങ്ങൾ ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക. ഈ ചെറിയ രീതിയിൽ തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കൂട്ടി കൊണ്ടുവരിക. അല്ലാതെ ആദ്യമേ കയറി ഇപ്പോൾ പലരും ജിമ്മിന് പോകുന്നതിന് നിർത്തുന്നതിന് മെയിൻ കാര്യം എന്താ? അവിടെ പോകുമ്പോൾ ആദ്യത്തെ ഒരു 1-2 ദിവസം അതിഭീകരമായ എക്സസൈസസ് ചെയ്യുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ദേഹം മുഴുവൻ വേദനയാണ്. അപ്പോൾ ഇതൊരു പേടി സ്വപ്നമായിട്ടിരിക്കുമ്പം ആരെങ്കിലും പോയി പിന്നെ എക്സസൈസ് ചെയ്യുമോ? ഇല്ല. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ യുക്തിപൂർവ്വം പെരുമാറുക. പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പീരിയഡ്സ് ടൈമിൽ.
അപ്പം ഇതിൽ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. ദയവ് ചെയ്തത് ഫോളോ ചെയ്യരുത്. പീരിയഡ്സ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബ്ലീഡിങ് നടക്കുന്ന ഒരു സമയമാണ്. ശരീരത്തിന് നല്ല റെസ്റ്റ് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അതിഭീകരമായ എക്സസൈസസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഗർഭിണി. ഇപ്പം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ അബോർഷൻ ഒരുപാട് പേർക്കുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തായാലും നമ്മൾ ഒരു കാരണവശാലും അവരെ കൊണ്ട് അധികമായ കഠിനമായ എക്സസൈസസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല. ചെറിയ രീതിയിലുള്ള എക്സസൈസും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഇനി പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ, പ്രസവം കഴിഞ്ഞിരിക്കുമ്പം എല്ലാവരും വിചാരിക്കുന്നതാണ് 10 കിലോ കൂടി, എങ്ങനെയും ഈ 10 കിലോ കുറയ്ക്കണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ധൃതിയും വേണ്ട. കാര്യം നമ്മളുടെ കുട്ടിക്ക് കറക്റ്റായിട്ട് നമ്മൾ പാല് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ല വിശപ്പും നല്ല ദാഹവും ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾക്ക് നല്ലതായിട്ട് ആഹാരം കഴിക്കുക. കുട്ടികളുടെ പാലുകൂടിയൊക്കെ നിന്നതിന് ശേഷം പതുക്കെ മാത്രം നിങ്ങൾ എക്സസൈസിലേക്ക് വന്നാൽ മതി. അതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ അഭ്യസിച്ച് തുടങ്ങുക. അതാവും നല്ലത്. അല്ല നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രഷനും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉറക്കക്കുറവുള്ളവർ. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലർ ഉച്ച സമയത്ത് വൈകുന്നേരത്തൊക്കെ ഒരുപാട് എക്സസൈസ് ചെയ്യാറുണ്ട്. ഇനി മറ്റു ചിലർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഞാൻ 10 മണിക്ക് എക്സസൈസ് ചെയ്യും, 11 മണിക്ക് ഞാൻ ആഹാരം കഴിക്കും. 10 മണിക്ക് എക്സസൈസ് ചെയ്ത് 11 മണിക്ക് ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് രാത്രി 12 മണിക്ക് ഉറങ്ങാൻ പറ്റുക? എക്സസൈസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്രെയിനും മൈൻഡും ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു കാരണവശാലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം രാവിലെയുള്ള സമയത്ത് തന്നെ ചെയ്യുക. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഡയബറ്റിസ്, ഹൃദ്രോഗം, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ കിഡ്നിക്കോ ലിവറിനോ തകരാറോ ഉണ്ടെങ്കിൽ നിങ്ങളും ഓടിപ്പോയി ആദ്യമേ എക്സസൈസ് ചെയ്യുകയല്ല വേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് തുടങ്ങേണ്ടത്? ഒരു വാമപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ എക്സസൈസ് തുടങ്ങേണ്ടത്. എപ്പോഴാണ് നമ്മൾ വ്യായാമം നിർത്തേണ്ടത്? നമ്മളുടെ നെറ്റിയിൽ നമുക്ക് വിയർപ്പ് പൊടിയുക, അതുപോലെ തന്നെ ദാഹം അനുഭവപ്പെടുക. ഇനി അത് മാത്രമല്ല, ചെറുതായിട്ട് നമുക്കൊരു ശ്വാസം മുട്ടലോ കിതപ്പോ ഒക്കെ അനുഭവപ്പെടുക. ഈ ഒരു സമയത്ത് നമ്മൾ വ്യായാമം നിർത്തണം. പലരും ഒ പിയിൽ ഒന്ന് പറയുന്നത് കേട്ടു, എനിക്ക് നെഞ്ചുവേദനയൊക്കെ എടുക്കും, ഞാനതൊന്നും കാര്യമാക്കില്ല, ഞാൻ കിലോമീറ്ററോളം നടക്കും. ഇങ്ങനെ കിലോമീറ്ററോളം നടക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ നിൽക്കരുത്. ഇതിൻ്റെയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് നിർത്തുക. ഒരു കാരണവശാലും മണിക്കൂറോളം നമ്മൾ ജിമ്മിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ കഠിനമായിട്ട് ചെയ്യുന്നവരുണ്ട്. കാര്യം ഇങ്ങനെയുള്ളവരുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇപ്പോൾ പറയുകയാണ്, ഓ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ BP കൂടുന്നു, നിങ്ങളുടെ BP കുറയാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു. പലർക്കും ബ്ലീഡിങ് ടെൻഡൻസി പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? നമ്മുടെ ക്യാപ്പിലറി ബ്രേക്കേജ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൂക്കിൽ നിന്ന് രക്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ലേഡീസിനാണെങ്കിൽ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് ടൈം ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഛർദി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഛർദിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരാഹാരവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് പേര് ഇത് കംപ്ലയിൻറ്റ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ശരീരവേദന കുറയാൻ വേണ്ടിയിട്ടും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്. പക്ഷേ ഇത് അധികമായി പോയി കഴിഞ്ഞാലോ ശരീരവേദന അതിഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുക. അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് എപ്പോഴും മോഡറേഷൻ ഇസ് ദ കീ എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ പാതി ബലം കൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യുക എന്നാണ് ആയുർവേദത്തിലും പറയുന്നത്. അപ്പം ഇങ്ങനെ ആരോഗ്യകരമായി വ്യായാമം ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്കത് നല്ലതായിരിക്കുക. മറിച്ച് ഈ പറഞ്ഞൊരു 14 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.